പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 90 കിഡ്സിൻ്റെ ഏതാനും ചില ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹലോ ഇഷ്ടഗാനം, RK അങ്കിൾ. നമുക്ക് ആർക്കും, പ്രത്യേകിച്ച് 90 കിഡ്സിന് RK മാമനെ മറക്കാൻ കഴിയില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഞായറാഴ്ചയായിരുന്നു ഹലോ ഇഷ്ടഗാനം പ്രോഗ്രാം ഉണ്ടായിരുന്നത്. എന്ത് രസമായിരുന്നെന്നോ അന്നത്തെ ഒരു കാലഘട്ടം. രാവിലെ ആളുകൾ വിളിക്കുന്നതിൻ്റെ പുനഃസംപ്രേഷണം ഉച്ചയ്ക്കും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ മുതിർന്നവർ അന്ന് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു RK മാമനോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി, പക്ഷേ കിട്ടിയില്ല. എപ്പോഴും എൻഗേജ് ആയിരുന്നു, എപ്പോൾ ശ്രമിക്കുമ്പോഴും എൻഗേജ് ആയിരുന്നു. എന്ത് നല്ല വോയിസിന് ഉടമയാണല്ലേ RK മാമൻ. ഹലോ ഇഷ്ടഗാനം, ഞാൻ നിങ്ങളുടെ RK എന്ന് പറയുന്ന തുടങ്ങുന്ന ആ ഒരു പ്രോഗ്രാം, അതിലേക്ക് നിരവധി ആളുകൾ കുടുംബങ്ങളോടൊപ്പം വിളിച്ചിരുന്നു. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടായിരുന്നു പല നാട്ടിൽ നിന്നും വിളിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഫാമിലിയോടൊപ്പം വിളിക്കുന്ന ആൾക്കാരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നല്ലൊരു രസമായിരുന്നു ആളുകളുമായിട്ട് RK മാമൻ ഫോണിലൂടെ ഇടപഴകുന്നത് കേൾക്കാൻ. അന്യനാണെന്ന് നമുക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു RK മാമൻ. പ്രായമായവർക്കും RK മാമൻ്റെ മക്കളുടെ പ്രായമുള്ളവർക്കും എല്ലാവർക്കും, മുത്തശ്ശിമാർക്കും ഒക്കെ RK അങ്കിളായിരുന്നു, അല്ലെങ്കിൽ RK മാമനായിരുന്നു. അതിൽ യാതൊരു വിരോധവും RKക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും കാതിൽ ഇങ്ങനെ കേൾക്കുകയാണ് ആ ഒരു വോയിസ്, ആ ഒരു മനോഹരമായിട്ടുള്ളൊരു ദേവലോകത്തു നിന്ന് ഗന്ധർവൻ ഇറങ്ങി വന്ന് സംസാരിക്കുന്നത് പോലത്തെ ഒരു ശബ്ദം. ഹലോ ഇഷ്ടഗാനം, ഞാൻ നിങ്ങളുടെ സ്വന്തം RK അങ്കിൾ എന്ന് പറയുന്ന ഒരു വോയിസ് എപ്പോഴും കേൾക്കുകയാണ്. പിന്നെ ഒരു പ്രീതാൻറ്റി ഉണ്ടായിരുന്നു, പ്രീത ചേച്ചി. പ്രീതാൻറ്റി എന്നായിരുന്നു ഞങ്ങൾ കുട്ടികളൊക്കെ അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ വോയിസും നല്ല രസമായിരുന്നു. നല്ല ഭംഗിയായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു പ്രീത ആൻറ്റി. പിന്നെ അന്ന് റേഡിയോയിൽ, ആകാശവാണിയിൽ തന്നെ ഒരു നാടകം ഉണ്ടായിരുന്നു, കൊച്ചു കൊച്ചു സന്തോഷങ്ങളെന്ന് പറയുന്ന. അതും എനിക്ക് തോന്നുന്നു ഞായറാഴ്ച തന്നെയായിരുന്നു ആ ഒരു നാടകവും ഉണ്ടായിരുന്നത്. ശനിയാഴ്ച രാത്രിയും പിന്നെ ഞായറാഴ്ച പുനഃസംപ്രേഷണവും ആയിരുന്നു എന്ന് തോന്നുന്നു. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. രാവും പകലും ഒരുപോലെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം, ആ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ഒരു ഗാനമായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു നാടകം കേൾക്കാൻ. അതിന് ശബ്ദം നൽകിയവരെ ഒരിക്കൽ പോലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. എങ്കിൽ പോലും സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെ ആയിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ആ ഒരു നാടകത്തിന് ശബ്ദം നൽകിയവരെ എനിക്കും എൻ്റെ നാടിനും എൻ്റെ കുടുംബത്തിനും ഒക്കെ. ഞാൻ എല്ലാ നാടകങ്ങളും അന്ന് വീട്ടിൽ വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ഒരു പേര് മാത്രമാണെന്ന് മാത്രം. സത്യം പറയുക, കഥാപാത്രങ്ങളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവരുടെ ഒരു വോയിസ് ഇങ്ങനെ ചെവിയിലിങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ ഒരു എന്താ പറയുക, ശബ്ദം അത്രയ്ക്കും രസമുള്ളൊരു കാലഘട്ടമായിരുന്നു. ഞങ്ങൾ മദ്രസയിലേക്ക് പോകാൻ വേണ്ടി ഉണരുക മിക്കവാറും ന്യൂസ് കേട്ടിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഹക്കിം കുട്ടായി എന്നയാളാണെന്ന് തോന്നുന്നു അന്നൊക്കെ ആകാശവാണിയിൽ ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നത്. വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കുട്ടായി, ഇന്നലെ നടന്ന ഗുജറാത്ത് കലാപത്തിൽ എന്നൊക്കെ തുടങ്ങിയിട്ട് ന്യൂസ് കേട്ടുകൊണ്ടായിരിക്കും ഞങ്ങൾ ഉണരുക. ആ ഒരു ന്യൂസ് കേട്ടുകൊണ്ടായിരിക്കും എൻ്റെ ഉമ്മ ഒക്കെ ഞങ്ങൾക്ക് മദ്രസയിലേക്ക് പോകാനുള്ള ചായയൊക്കെ ഒരുക്കി തരിക, വസ്ത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നതൊക്കെ. അങ്ങനെ വരുമ്പം 7 മണിയുടെ മുന്നേയുള്ള ന്യൂസായിരിക്കും മിക്കവാറും അത്. ഫസ്റ്റിൽ ആദ്യത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത്, ഒരു ദിവസത്തിൽ ആദ്യത്തെ ന്യൂസ് മിക്കവാറും അന്ന് 7 മണിയുടെ മുന്നേ ആയിരിക്കും. കാരണം ഞങ്ങൾക്കന്ന് 7:15 മദ്രസ ഉണ്ടായിരുന്നത്, രാവിലെ 7:15. നല്ല കാലഘട്ടമായിരുന്നു. പിന്നെ ചിത്രഗീതം, ഇഷ്ടഗീതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല വയലും വീടും പരിപാടി. എന്ത് രസമായിരുന്നു അതൊക്കെ കേൾക്കാൻ. ആർക്കും
ഒരാൾക്കും മറക്കാൻ കഴിയാത്ത ശബ്ദമാണ് ആർ കെ മാമൻ. അതോടൊപ്പം പ്രീത ചേച്ചി, ഹക്കീം കൂട്ടായി എന്നൊക്കെ പറയുന്നത്. പിന്നെ റേഡിയോയിലെ മിക്ക അവതാരകരുടെയും ശബ്ദം ഓർമ്മയുണ്ട്, പക്ഷെ അവരുടെ ഒന്നും പേരെനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഈ ഒരു ആർ കെ അങ്കിളിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഗൂഗിളിൽ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടുന്നില്ല. അതിൻ്റെ യാതൊരു ഡീറ്റെയിൽസും വരുന്നില്ല. വേറെ എന്തെല്ലാമോ ആണ് വരുന്നത്. ആർ കെ അങ്കിളിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊന്നും കിട്ടുന്നില്ല. പിന്നെ അന്നുണ്ടായിരുന്നൊരു ചിത്രഗീതം പ്രോഗ്രാം ഓർമ്മയുണ്ട് ദൂരദർശനിലെ. എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ അത് വ്യാഴാഴ്ചയായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം വെള്ളിയാഴ്ച, പിന്നെ അത് മാറ്റിയിട്ട് വ്യാഴാഴ്ച രാത്രിയാക്കി. വ്യാഴാഴ്ച രാത്രി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച രാവ് മുസ്ലിം സമുദായത്തിനൊരു പ്രത്യേകതയുള്ളൊരു രാത്രി കൂടിയാണ്, ഒരു ഭക്തിസാന്ദ്രമായൊരു രാത്രി കൂടിയാണ്. എന്നിട്ട് വ്യാഴാഴ്ച രാത്രിയിലൊരു ചിത്രഗീതം ഉണ്ടാവുന്നത് ഞങ്ങളുടെ മദ്രസയിലെ ഉസ്താദുമാർ എങ്ങനെയോ അറിഞ്ഞിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഉസ്താദുമാർ പറഞ്ഞത്, ഞങ്ങൾക്കിഷ്ടമുള്ളൊരു മൊല്ലാക്ക ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച രാവ് എല്ലാവരുടെ വീടിൻ്റെയും പരിസരത്തിലൂടെ വരും. ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് സിനിമാ പാട്ടുകൾ കേട്ടാൽ, മുസായിഫ് ഓതുന്ന ഒച്ച കേൾക്കാതിരുന്നാൽ നല്ല അടി തരും. ആരുടെ വീടാണെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോരുത്തരുടെയും വീട് ഞങ്ങൾക്കറിയാം, ഉറപ്പായിട്ടും ഞങ്ങൾ വരും. എല്ലാവരും ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, സ്വലാത്ത് ചൊല്ലാനും യാസീൻ ഓതാനും ഒന്നും മറക്കരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് താക്കീത് തന്നിട്ടായിരിക്കും ഞങ്ങളെ പറഞ്ഞേക്കുക. ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആരും ദീന് വിട്ടൊന്നും ചെയ്യരുത്, അത് ഒരു ഉസ്താദുമാരുടെ ഒരു ചുമതലയാണല്ലോ, കുട്ടികളെ അങ്ങനെ ബോധവാന്മാരാക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലന്ന് ടി വി ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ലീലമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ചിത്രഗീതം കണ്ടിരുന്നത്. ഒരു കുത്തനെയുള്ളൊരു സ്റ്റെപ്പ് കയറിയാൽ ലീലമ്മയുടെ വീട്ടിലെത്തും. തൊട്ടടുത്താണ് വീട്, അത്രയ്ക്കും തൊട്ടടുത്താണ് ലീലമ്മയുടെ വീട്. പക്ഷേ രാത്രിയാണെന്നൊന്നും നോക്കാതെ ഞങ്ങളും മേമയും ലീലമ്മയുടെ വീട്ടിലേക്ക് 7:30 ചിത്രഗീതം കയറിപ്പോവും. അവിടെ കുറേ ചേച്ചിമാർ, അടുത്ത വീട്ടിലെ ചേച്ചിമാരും പിന്നെ ലീലമ്മയുടെ മക്കളും, ഞങ്ങൾക്കന്ന് അവരും ചേച്ചിമാരാണ്, അവരൊക്കെ ഉണ്ടാവും. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പറയും, സൗണ്ട് കുറച്ച് വെക്കുമോ, ലീലമ്മയുടെ മക്കളായിട്ടുള്ള ഞങ്ങളുടെ ചേച്ചിമാരോട് പറയും, സൗണ്ട് കുറച്ച് വെക്കുമോ ചേച്ചിയെ, ഞങ്ങളുടെ ഉസ്താദുമാർ ഇതിലേ പോവും എന്ന് പറയും. അപ്പോൾ അവരുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ടാവും. കാരണം അവർക്കറിയാം ഉസ്താദുമാർ ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. ഞങ്ങൾക്ക് അടി കിട്ടും സിനിമാ പാട്ട് കേട്ട് കഴിഞ്ഞാൽ. ഞങ്ങളെ വീട്ടിൽ ആരെയും, അഥവാ വീട്ടിലേക്ക് വന്നിട്ട് ആരെയും കണ്ടില്ലെങ്കിൽ എവിടെയാണെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് അടി കിട്ടുമെന്ന് പറയുമ്പോൾ പാവം ചേച്ചിമാർ, അവർ സൗണ്ട് കുറച്ചിട്ടായിരിക്കും പാട്ട് വയ്ക്കുക. എന്നിട്ട് ഏഷാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സൗണ്ടിൽ വയ്ക്കും. അപ്പോൾ ഞങ്ങൾ അതോ സൗണ്ട് കൂട്ടലെന്ന് പറയുമ്പോൾ, അതിനെന്താ പ്രശ്നം, ഏഷാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞില്ല, ഇനി ഉസ്താദുമാർ വരില്ല, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സമയം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലല്ലേ എന്ന് പറയും. അത്രയ്ക്കും രസകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. എന്നിട്ട് വ്യാഴാഴ്ച ഈ ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറക്കെ സ്വലാത്തും യാസീനും ഫാത്തിഹ ദിക്റുകളൊക്കെ ഉറക്കെ ചൊല്ലും. എവിടെ കേൾക്കാം, ഞങ്ങൾ കുട്ടികൾ, ഞങ്ങളുടെ വീട്ടിൽ അന്ന് 5 കുട്ടികളുണ്ടായിരുന്നു, എല്ലാവരും ഉറക്കെ ചൊല്ലും. അത്രയ്ക്ക് ആർക്കും അതിൽ ഒരു പരാതികളും ഉണ്ടായിരുന്നില്ല. അയൽവാസികളൊക്കെ ഹിന്ദുസായിരുന്നു അയൽവാസികൾ. എൻ്റെ മേമയുടെ വീടും പിന്നെ അതോടൊപ്പം മറ്റൊരു ഞങ്ങളുടെ തന്നെ റിലേറ്റീവിൻ്റെ ഒരു വീട് മാത്രമേ ആ ഒരു 5-6 വീടടങ്ങുന്നൊരു പരിസരത്ത് മുസ്ലിംസിൻ്റേതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 വീട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിംസ്, ബാക്കിയൊക്കെ ഹിന്ദുസായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉറക്കെ യാസീൻ ഓതുമ്പോഴും സ്വലാത്ത് ചൊല്ലുമ്പോഴൊന്നും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ അഥവാ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ സ്വലാത്തിൻ്റെ ഒന്നും ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ, മക്കളാരും ഇല്ല അവിടെ എന്ന് ചൊല്ലി പറയുന്നതൊന്നും കേട്ടില്ലല്ലോ എന്ന് ചോദിക്കും അടുത്ത വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ. അത്രയ്ക്കും സൗഹാർദ്ദത്തിൽ പോയിട്ടുണ്ടായിരുന്ന നല്ല രസകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. പിന്നെ അന്നത്തെ സീരിയലുകൾ, ഒരു വലയം എന്ന് പറഞ്ഞിട്ടൊരു സീരിയലുണ്ടായിരുന്നു, ജ്വാലയായി. 3 മണി മുതലാണ് സീരിയൽ തുടങ്ങുക. വെക്കേഷൻ സമയമാണ് ഞങ്ങൾക്ക് സീരിയലുകളൊക്കെ കാണാൻ കഴിയുക. ഈ ഒരു ലീലമ്മൻ്റെ വീട്ടിലെ അടുത്ത വീട്ടിലെ ചേച്ചിമാരെല്ലാവരും വന്നിട്ടുണ്ടാവും. ആണുങ്ങൾക്ക് പണിയൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ആണുങ്ങളും വന്നിരിക്കും. കൊലായ ഫുള്ളും ആൾക്കാരായിരിക്കും. ആ ഒരു പ്രദേശത്ത് അന്ന് ലീലമ്മൻ്റെ വീട്ടിൽ മാത്രമേ ടി വി ഉണ്ടായിരുന്നുള്ളൂ. ഒരു സമയം ഞങ്ങൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, വിരുന്നുകാരാരെങ്കിലുമൊക്കെ വന്നാൽ പോലും ആരും എഴുന്നേറ്റ് പോകുന്ന
പരിപാടിയൊന്നുമില്ല, അവിടെ തന്നെ ഇരുന്നങ്ങ് കാണും. എന്നിട്ട് ഈ വിരുന്നുകാർക്ക് ഇവർ വെച്ച് കൊടുക്കുന്ന പലഹാരമൊക്കെ ഉണ്ടല്ലോ, അതൊരു ചീരണി പോലെ, അതായത് ഒരു പ്രസാദം പോലെ ഞങ്ങളുടെയൊക്കെ കയ്യിൽ ഓരോ പിടി പിടി ഇങ്ങനെ മിച്ചറോ കായ വറുത്തതോ ഒക്കെ ഇങ്ങനെ വെച്ച് തരും. ആണുങ്ങൾക്ക് പോലും അവരങ്ങനെ കൊടുക്കും. അത്രയും നിഷ്കളങ്കമായൊരു കാലഘട്ടം. ഇന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഗസ്റ്റ് വന്ന് കാണുമ്പോൾ ഞാൻ പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോരും. ഒരു വീട്ടുകാർക്ക് ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ നെയ്ബേഴ്സ് അവിടെ നിന്ന് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോരുന്നത്. ഭയങ്കര ജാട, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ ഇന്നത്തെ കാലത്ത് വല്ലാത്ത ജാടയാണ്. മേക്കപ്പ് ചെയ്ത സ്വഭാവമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും. പരസ്പരം മുറ്റത്തോട് മുറ്റം ചേർന്ന അയൽവാസികൾ പോലും ജാടയോടുകൂടി സംസാരിക്കുന്നു. പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. നമ്മുടെയൊക്കെ ഉമ്മമാർക്കും അമ്മമാർക്കും ഒന്നും ജാട എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് തന്നെ അറിയില്ലായിരുന്നു. അത്രയ്ക്കും നിഷ്കളങ്കമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് RK അങ്കിളിനെ ഒരു തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ എന്തോ ഒരു പരിപാടിക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതായിരുന്നു RK അങ്കിൾ. നമ്മൾ RK അങ്കിളിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു മോഹൻലാൽ ഫിഗറും മമ്മൂട്ടി ഫിഗറൊക്കെ ആയിരിക്കും മനസ്സിൽ സങ്കല്പിക്കുക. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഒരു ശ്രീനിവാസൻ ലുക്ക് എന്ന് കരുതി ആ ഒരു ആളെ നേരിൽ കണ്ടു കഴിഞ്ഞാലും ആളുടെ പ്രോഗ്രാം പിന്നെ കേൾക്കാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അത്രയ്ക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദേവലോകത്ത് നിന്ന് ദേവേന്ദ്രൻ നേരിട്ട് ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കുന്നത് പോലത്തെ വോയിസായിരുന്നു RK മാമനുണ്ടായിരുന്നത്. പിന്നെ അന്ന് RK മാമനെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ അടുത്ത് കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ പ്രീത ആൻറ്റി ഒരു നാട്ടിൽ വന്നൊരു സംഭവം പറയുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാമറും ഇല്ലായിരുന്നു പോലും പ്രീത ആൻറ്റിയെ നേരിൽ കാണാൻ. എന്നിട്ട് ആ നല്ല ചെക്കന്മാരൊക്കെ പ്രീത ആൻറ്റിയെ കൂകി വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമായി. കാരണം എനിക്കും ചോക്ലേറ്റ് സ്കിന്നാണ്. അപ്പോൾ കുറച്ച് സങ്കടമായി. പക്ഷേ പ്രീത ആൻറ്റിയുടെ വോയിസിനും RK മാമൻ്റെ വോയിസിനും ഒക്കെ അന്ന് വലിയ ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ ആ ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയത്. പിന്നെ എപ്പോഴാണ് അത് അവസാനിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഹൈസ്കൂളിലേക്കൊക്കെ എത്തുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വീടുകളിലും TV ആയി തുടങ്ങിയിട്ടുണ്ട്. സൂര്യ TV പോലത്തെ ചാനലുകൾ, കേബിൾ കണക്ഷൻ, ഡിഷ്, ഇതൊക്കെ എല്ലാ വീടുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹൈസ്കൂളിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും റേഡിയോ അന്യം നിന്നുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ ഒരു കാലത്ത്, ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ അന്ന് എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇന്നത്തെ ഒരു യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഒക്കെ പോലെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് അന്നുണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ബോറടിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. താങ്ക് യു.